ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. അപ്പോൾ എന്നും ഡേ മൈ ലൈഫൊക്കെ കാണിക്കുമ്പോൾ രാവിലെ തൊട്ടിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കുമ്പോൾ എന്നാൽ അതുപോലെ രാവിലെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെതാ ഞാൻ നേരത്തെ എണീക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇക്ക പോയി കേട്ടോ. ഇക്കക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഇക്ക പോയി. മക്കളൊക്കെ നല്ല ഉറക്കമാണ്. സമയം 3:30 കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് കുട്ടികൾക്ക് ചായ കുടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വല്ല ബിസ്ക്കറ്റ്, റസ്ക് അങ്ങനെയൊക്കെ കഴിക്കും. അപ്പം ഇന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ കുറച്ച് അവിൽ നനച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആയാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചെറിയൊരു ശർക്കര എടുത്ത് ചീകിയിട്ട് തേങ്ങയും ചിരകിയിട്ട് കുറച്ച് അവിലൊക്കെ എടുത്ത് കുഴച്ചെടുത്തു കേട്ടോ. അപ്പോൾ പാലൊന്നുമില്ല, കട്ടൻ ചായയാണെന്ന്. അപ്പോൾ അത് കുടിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് അരിയൊക്കെ അരച്ച് വെച്ചിരുന്നു കേട്ടോ. ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് അരിയൊക്കെ അരച്ച് വെച്ചു. അതിന് ശേഷമാണ് ഇവർക്ക് ഈ കട്ടൻ ചായയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 6:05 മദ്രസയിലേക്ക് പോകണം. അപ്പോൾ വെള്ളപ്പത്തിനുള്ള കൂട്ട് ഞാൻ രാത്രി തന്നെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഒരു 3 ഗ്ലാസ് പച്ചരി, പിന്നെ ആ കാണിച്ച പാത്രത്തിന് ഒരു പാത്രം ചോറും ഒരു പാത്രം തേങ്ങയും കേട്ടോ. അതായത് ഒരു ചെറിയ മുറി തേങ്ങയാണ്. ഒരു 1/4 ഗ്ലാസ് ചോറും ഉണ്ടാകും. പിന്നെ ഒരു 1/2 സ്പൂൺ ഈസ്റ്റും 1/2 സ്പൂൺ പഞ്ചസാരയും ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തി വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് രാവിലെയാണ് ഞാനിത് അരച്ച് വെച്ചത്. അപ്പോൾ ഇത് എണിച്ച് ഞാനൊരു 4 മണിക്കൊക്കെ അരച്ചു കേട്ടോ. സംഭവം ഒരു 5 മണി ആകുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ അങ്ങോട്ട് പൊന്തി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം അരച്ച് വെക്കാൻ മറന്നെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം. ഇങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ഉണ്ടാകും. എന്ന് പറഞ്ഞ് നമ്മളെന്നും ഇതുപോലെയൊന്നും ഉണ്ടാക്കണ്ട. കാരണം ഈസ്റ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ചിലവർക്ക് ഈസ്റ്റ് ചേരുമൊന്നുമില്ല, കഴിച്ചാൽ വയറുവേദനയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈസ്റ്റിൻ്റെ മണോ കുഴപ്പമൊന്നുമില്ല. അതുപോലെ വയറുവേദനയൊന്നും ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല അധികം. എന്നാലും ഞാൻ അധികം ഈസ്റ്റ് ഇട്ടിട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് വെള്ളപ്പമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണ തേക്കാണ്ട് ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ മീത എണ്ണയൊക്കെ ഞാൻ ഇങ്ങനെ തൂക്കി കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ തൂക്കി കൊടുക്കും. ഇന്ന് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണമൊന്നുമില്ല. വെറുതെ അങ്ങനെ ചുറ്റിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു അടിപൊളി ഒരു മുട്ടക്കറിയും കൂടെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ചിലവരൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ മറന്നു പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തിക്കോളും. പിന്നെ അത് അതിനൊരു മുട്ടക്കറിയാണ്. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നും ഉണ്ടാക്കുന്നൊരു മുട്ടക്കറിയാണ് കേട്ടോ. കുറച്ച് സബോള, പച്ചമുളക്, മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു തുണ്ട് വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. മല്ലിപ്പൊടി ഞാൻ ഇട്ടില്ല കേട്ടോ. മല്ലിപ്പൊടി ഇല്ലാണ്ടാണ് ഇന്നത്തെ മുട്ടക്കറി. അതിനുശേഷം തേങ്ങയൊക്കെ ഒഴിച്ച് ഒന്ന് പതച്ച് വന്നതിന് ശേഷം 2 കോഴിമുട്ട ഉടച്ചൊഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുട്ട ഉടച്ചൊഴിച്ചിട്ട് ഒരു മുട്ടക്കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ആ മണമൊക്കെ ശരിക്കും അതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി കിട്ടും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മുട്ടക്കറി ഒന്ന് നിങ്ങൾ വെച്ച് നോക്കുക, വെക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ശേഷം കുറച്ച് അയില മീനൊക്കെ ഞാൻ തലേ ദിവസം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊരു മുളക് കറി വെക്കാനാണ്. തേങ്ങ അരച്ച കറിനേക്കാളും മുളക് കറി വെച്ചാലാണ് ഇവിടെ കൂടുതലായിട്ട് കറി ചിലവാകുക. എല്ലാവർക്കും അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ സമയം ചോറും അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് ഫോൺ കോളൊക്കെ വന്നിരുന്നു. അപ്പോൾ മുഴുവനായിട്ട് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ എന്താ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ എന്താ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. അതിനുശേഷം മീനൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എടുക്കുന്ന നേരത്ത് ഫോൺ കോൾ വന്നപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഫോണിൽ ചാർജൊക്കെ പോയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇനി പാലെടുക്കാൻ പോകുമ്പോൾ റെഡിയാകുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ അടിക്കൽ, തുടയ്ക്കൽ, തുണി കഴുകൽ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തുണികളൊക്കെ കൊണ്ട് 3-4 ആയ തുണികളിലൊക്കെ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആദിലും അയാനും റെഡിയായിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇല്ലുമിനാട്ടി പാട്ടൊക്കെ ഒന്ന് പാടുന്നുണ്ട്. ഒന്ന് കേട്ട് നോക്കൂ. അയ്യാൻകുട്ടിക്ക് ഇല്ലുമിനാട്ടി സോങ്സ് നല്ല ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് തോട്ടത്തിലെത്തി. അപ്പോൾ പാലെടുക്കുകയാണ്. ഈ സമയം തോട്ടത്തിൽ ഒരുപാട് മയിൽപ്പീലികൾ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ കിട്ടുന്നത് അയാൻകുട്ടിക്ക് എടുത്തു കൊടുക്കും. അവനും കൂടെ നടന്നത് പെറുക്കുന്നുണ്ട്. പിന്നെ തോട്ടമൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ പേടിയൊന്നുമില്ല. ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഇങ്ങനെ ഓരോ പാട്ടും കഥയൊക്കെ പറഞ്ഞിട്ട് അവനും ഇങ്ങനെ മയിൽപ്പീലിയൊക്കെ പെറുക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കഴിക്കുകയാണ് കേട്ടോ ഷെഡിലിരുന്നിട്ട്. അപ്പോൾ ലാസ്റ്റ് പാലെടുക്കലാണ്. ഇനി ഞങ്ങൾക്ക് വേറെ തോട്ടത്തിൽ പോയി
പോയിട്ട് കുറച്ച് പാലും കൂടെ എടുക്കാനുണ്ട്. ഒരു 200 മരത്തിൻ്റെ തോട്ടം വേറെയാണ് കേട്ടോ. ഒരു മുതലാളിക്ക് തന്നെ 2 ഭാഗത്തായിട്ടാണ് തോട്ടം കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ അവിടെ പോയാലൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ റോട്ടിലൂടെ ഓറഞ്ച്, പൈനാപ്പിൾ, കിഴങ്ങ്, മാങ്ങ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പെട്ടി ഓട്ടോയിൽ ഇങ്ങനെ വിൽക്കാൻ പോകുന്നുണ്ട്. ആ സൗണ്ട് കേൾക്കുമ്പോൾ അവനത് ഇപ്പം തന്നെ പോയി മേടിക്കണം, ഇപ്പം തന്നെ വായോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വായമനെ നമുക്ക് പിന്നെ മേടിക്കാം, നമുക്കിപ്പോൾ അങ്ങോട്ട് പോയി പാലെടുക്കാം എന്നൊക്കെ പറയുമ്പോൾ അവൻ വരുന്നതേ ഇല്ല. നമ്മൾ തോട്ടത്തിലല്ലേ നിൽക്കണ്. വാപ്പനെ വിളിക്ക് നടക്ക്, അങ്ങോട്ട് നടക്ക്. അവിടെ പോയാലും വിളി കേൾക്കുള്ളൂ. വാ. അപ്പൊ വെട്ടാണ്. വാപ്പിന്റെ അടുത്ത് പോവാ. അപ്പോൾ അവന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ രാവിലത്തെ കുറച്ച് വെള്ളപ്പം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് തന്നെയാണ് കഴിച്ചത്. രാവിലെ മീൻ കറിയൊക്കെ വെച്ചിട്ട് പോയത് കൊണ്ട് തന്നെ പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് മുളക് കറിയൊക്കെ എടുത്തിട്ട് 2 വെള്ളപ്പം ഉള്ളത് കഴിക്കുകയാണ്. ഈ സമയം അയാൻകുട്ടിയൊക്കെ നല്ല ഉറക്കമാണ്. പിന്നെ ഒക്കെ വന്നിട്ട് ഒക്കെ ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ വേഗം കഴിക്കുകയാണ്. പിന്നെ അതാ വൈകിട്ട് കുട്ടികൾക്ക്